മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 16/7/1974 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. കാർത്തികയാണ് നക്ഷത്രം, കാർത്തിക 4-ാം പാദം. ഇടവ ലഗ്നം, ലഗ്നത്തിൽ ചന്ദ്രൻ, കേതു. 2-ൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ശനി. 3-ൽ കുജൻ. 4, 5, 6 ഭാവങ്ങൾ ശൂന്യം. 7-ൽ രാഹു. 8, 9 ഭാവങ്ങൾ ശൂന്യം. 10-ൽ വ്യാഴം, ഗുളികൻ. 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് മണി ബ്ലോക്സ്, അതായത് പണസംബന്ധമായിട്ടുള്ള ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നിട്ടില്ല എന്നും അറിയാൻ കഴിഞ്ഞു. എന്താണ് ഇതിൻ്റെയൊക്കെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാരണം? ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ ചന്ദ്രൻ, കേതു. മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനാണ്. ദേഹസുഖത്തിൻ്റെയൊക്കെ കാരകഗ്രഹമാണ് ചന്ദ്രൻ. ലഗ്നത്തിൽ നിൽക്കുന്നു, വളരെ നല്ലതാണ്. ഉച്ചക്ഷേത്രവുമാണ് ഇടവത്തെ സംബന്ധിച്ച് ചന്ദ്രൻ. പക്ഷേ കേതുവിനോടൊത്ത്, പ്രത്യേകിച്ചും രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന ചന്ദ്രൻ എന്ന് പറയുമ്പോൾ മനസ്സിന് ഇറിറ്റേഷൻസ്, ബുദ്ധിമുട്ടുകൾ, ടെൻഷൻ, കൺഫ്യൂഷൻ, ആങ്സൈറ്റി, എന്തെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ. പൊതുവേ ഇപ്പോഴത്തെ ഒരു ജീവിത രീതിയും കാലത്തിൻ്റെ ഒരു പോക്കുമൊക്കെ അനുസരിച്ച് ടെൻഷനാണ് ഏറിയ പങ്കും ആളുകൾക്ക് ഉണ്ടാകാറുള്ളത്. അത് ധനപരമായിട്ടാവാം, മാനസികമായിട്ടാവാം, അതല്ല എങ്കിൽ ശാരീരികമായിട്ടാവാം. ഇവിടെ ഇദ്ദേഹത്തിന് ധനപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള, മാനസികമായിട്ടുള്ള മറ്റ് രണ്ട് കാര്യങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുകളുണ്ട്. അതിലൊരു പ്രധാന റീസണാണ് ചന്ദ്രൻ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത്. ലഗ്നത്തിൽ തന്നെയാണ്, ആ വ്യക്തിക്ക് തന്നെയാണ്. ഉപരി ലഗ്നാൽ 2 ധനസ്ഥാനം, സൂര്യൻ, ബുധൻ, ശുക്രൻ, ശനി. ശുക്രനും ബുധനും സുഹൃത്തുക്കളാണ്. ഒരുമിച്ച്, പ്രത്യേകിച്ചും ബുധൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ എന്ന് പറയുന്നത് വളരെ നല്ലതുമാണ്. പക്ഷേ ശുക്രൻ്റെ ശത്രുവാണ് സൂര്യൻ. സൂര്യൻ, ശനി ശത്രുക്കളാണ്. മണി ബ്ലോക്സ് ഉണ്ടാകാൻ ഈ കാരണം വളരെ ധാരാളമാണ്. പലപ്പോഴും അതല്ല എങ്കിൽ ഇടവിട്ടോ അല്ലാതെയൊക്കെ ആയിട്ട് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറുക്കം അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ ഇടവിട്ടോ അല്ലാതെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇത്തരക്കാർക്ക് വളരെ കൂടുതലാണ്. അതല്ല എങ്കിൽ അധ്വാനിക്കുന്നതിനനുസരിച്ച് പണം കയ്യിൽ വരാത്ത, അഥവാ പണം കയ്യിൽ വന്നാൽ തന്നെയും അത് കയ്യിൽ നിൽക്കാത്ത അവസ്ഥ ഒക്കെ ഇത്തരക്കാർക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. ഉപരി ലഗ്നാൽ 10-ൽ വ്യാഴം വളരെ നല്ലതാണ്. പക്ഷേ അത് ഗുളികനോടൊത്ത് നിന്നോടുകൂടി വ്യാഴത്തെ പൂർണ്ണമായിട്ടും ഗുളികൻ നശിപ്പിക്കും. അപ്പോൾ ആ നശിപ്പിച്ച ശേഷമുള്ള ഫലം മാത്രമാണ് വ്യാഴം അവിടെ കൊടുക്കുക. പ്രത്യേകിച്ചും വ്യാഴം 5-ലേക്ക്, 5, 7, 9 ഭാവങ്ങളിലേക്കാണ് നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം ഏതൊരു ഗ്രഹനിലയിലും തൻ്റെ ദൃഷ്ടി നടത്താറ്. അപ്പോൾ ഇവിടെ അത് 5-ാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് ലഗ്നാൽ 2-ൽ ധനസ്ഥാനത്തേക്ക് തന്നെയാണ് വരുന്നത്. വളരെ നല്ലതുമാണ്. പക്ഷേ അത് ഗുളികൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന വ്യാഴമായതുകൊണ്ട് വൈകിപ്പിക്കും. ഉദ്ദേശിച്ച സമയത്തായിരിക്കില്ല ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുക എന്നർത്ഥം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു കാരണമാണ്. ലഗ്നാൽ 7-ൽ രാഹു, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചനായി കർക്കിടകത്തിൽ നിൽക്കുന്നു കുജൻ. ഈ 2 കാരണങ്ങൾ തന്നെ വളരെയധികം ധാരാളമാണ്. ഒന്നുകിൽ നേരത്തെ വിവാഹം കഴിഞ്ഞ് പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം നയിക്കുന്നതിനോ, അതല്ല എങ്കിൽ കാലം തെറ്റിയുള്ള വിവാഹത്തിനോ, അതുമല്ല എങ്കിൽ വിവാഹമേ നടക്കാത്ത അവസ്ഥയോ ഉണ്ടാകാം. ഇവിടെ 3-ാമത് പറഞ്ഞതാണ് നടന്നിട്ടുള്ളത്. പൊതുവേ രാഹുവൊക്കെ 7-ൽ നിന്ന് കഴിഞ്ഞാൽ വിവാഹപ്രായം എത്തുന്നതിന് മുൻപേ തന്നെ വിവാഹം കഴിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ. പക്ഷേ അതിൽ തന്നെ ഒരുപാട് പേർക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായി, തർക്കങ്ങളുണ്ടായി, വഴക്കുകളുണ്ടായി,
പോലീസ് കോടതി കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവാഹം ഒഴിയുന്ന സ്ഥിതിയിലെത്തുന്ന ആളുകളും ധാരാളമാണ്. അത്രയും ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. പക്ഷേ ഇവിടെ 7-ൽ രാഹു നിൽക്കുകയും അവിടേക്ക് ചന്ദ്രൻ തൻ്റെ 7ാം ദൃഷ്ടി നടത്തുകയും 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചനായി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ മോശമാണ്. എന്ന് വെച്ചാൽ വിവാഹം കഴിക്കാത്ത സ്ഥിതിയും ചിലപ്പോൾ സംഭവിക്കാം. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. 7-ലൊക്കെ രാഹു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി പരിഹാരങ്ങൾ എടുത്തത് മുൻകൂട്ടി അറിഞ്ഞ് വേണ്ട കാര്യങ്ങൾ ചെയ്ത് വേണ്ടുന്ന സമയത്ത് തന്നെ ഗുണം വരുത്താൻ ശ്രദ്ധിച്ച് പോവുക. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശനിയാണ്. നല്ലതല്ല, വളരെ മോശമാണ്. പൊതുവേ കട്ടി സ്വഭാവമുള്ള ഗ്രഹങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഗ്രഹമാണ് ശനി. അതിൽ തന്നെ ശനി പൊതുവേ മഹായോഗം കൊടുക്കുന്ന ഗ്രഹമാണെങ്കിൽ പോലും അതിൻ്റെ സ്വാപഹാരം നല്ലതാവാറില്ല പല ആളുകൾക്കും. ഇവിടെ ശനി എന്ന് പറയുമ്പോൾ 2-ൽ സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയാണ്. അപ്പോൾ സ്വാപഹാരം വരുന്ന സമയത്ത് മോശം അനുഭവങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. അത് ശനി സൂര്യൻ ഒരു റൂള് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ മണി ബ്ലോക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ശമനം സംഭവിക്കുക എന്ന് ചോദിക്കാം. ശനിക്ക് ശേഷം വരുന്ന സ്വാപഹാരത്തിന് ശേഷം വരുന്ന ബുധൻ്റെ അപഹാരമുണ്ട്. സ്വന്തം ക്ഷേത്രത്തിൽ ശുക്രനോടൊത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ബുധൻ. ആ സമയത്ത് ഈ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശമനം സംഭവിക്കും. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് കൃത്യമായിട്ട് പ്രിപ്പയർ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവായിട്ടുള്ള ട്വിസ്റ്റ് സംഭവിക്കാൻ ഏറ്റവും പറ്റിയ ഒരു സമയം തൊട്ടു പുറകെ വരുന്നുണ്ട്. 2028 സെപ്റ്റംബർ 12-ന് ശേഷം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ മണി ബ്ലോക്സ് ഇതിലുണ്ട്. എന്നാൽ അതിനെ ഒരു ശമനം വരുത്താനുള്ള ശേഷിയും ഈ ഗ്രഹനിലയ്ക്കുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ 3-ലൊക്കെ കുജൻ നിൽക്കുന്നു, രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ്. പ്രത്യേകിച്ചും കുജൻ്റെ അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത്, രാഹുവിൻ്റെയൊക്കെ അപഹാരങ്ങൾ വരുന്ന സമയത്ത് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ കൂടെ ഇത്തരം വ്യക്തികൾ എടുത്തു പോകുന്നത് വളരെ നല്ലതാണ്. 3-ാം ഭാവാധിപൻ ലഗ്നത്തിൽ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലും 3-ലേക്ക് രാഹുവിൻ്റെ 9ാമത്തെ ദൃഷ്ടിയും 3-ൽ നീചനായി 7-ാം ഭാവാധിപൻ കുജൻ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലും ഒരു ശ്രദ്ധ അത്യാവശ്യമാണ് എന്ന് സാരം. നിസ്സാര കാര്യങ്ങളിൽ തർക്കിക്കുന്ന സ്വഭാവമൊക്കെ ഇത്തരം ആളുകൾക്ക് സഹോദരങ്ങളുമായിട്ട് അല്ലെങ്കിൽ തിരിച്ചോ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് തന്നെ വേണം പോകാനായിട്ട്. അങ്ങനെ ഉണ്ടാകും 100% എന്നല്ല, ഒരു സാധ്യതയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കണിശമായിട്ടും പരിഹാരങ്ങൾ എടുത്ത് തന്നെ പോയി കഴിഞ്ഞാൽ ഈ ശനി സ്വാപഹാരമൊക്കെ കഴിയുന്ന മുറയ്ക്ക് കാര്യങ്ങൾ അനുകൂലമായിട്ട് വരിക തന്നെ ചെയ്യും. അപ്പോഴും സൂര്യനോടൊത്താണ് ശനി നിൽക്കുന്നത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവണം. എടുത്തു ചാടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരവസ്ഥ മാറ്റുക. അതുപോലെ തന്നെ അനാവശ്യമായി തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ തന്നെ അവിടുന്ന് മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇവിടെ വിവാഹം നടന്നിട്ടില്ല എന്ന് പറയുന്നതിന് ഒരു കാരണം കൂടുണ്ട്. 7ാം ഭാവാധിപൻ നീചനാണ്. 7-ൽ രാഹു നിൽക്കുന്നു, ചന്ദ്രൻ്റെ ദൃഷ്ടിയിലാണ്. ചന്ദ്രനും രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഉപരി വിവാഹകാരക ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ്. അത് ശനിയോടൊത്ത് നിൽക്കുന്നു, ഉപരി ശത്രുവായ സൂര്യനോടൊത്ത് നിൽക്കുന്നു. അപ്പോൾ അതും വിവാഹം വൈകിക്കുന്നതിനോ വിവാഹം നടക്കാതിരിക്കുന്നതിനോ ഒരു പ്രധാന കാരണം തന്നെയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ ഏറ്റവും പ്രധാന ഒരു വില്ലൻ തന്നെയാണ് ശുക്രൻ ശനി കോമ്പിനേഷൻ. ശനിയുടെ ദൃഷ്ടിയൊക്കെ ശുക്രൻ നിൽക്കുന്ന ഇടത്തേക്ക്, പ്രത്യേകിച്ചും 7-ലൊക്കെയാണ് ശുക്രൻ നിൽക്കുന്നത്, അവിടേക്ക് ലഗ്നത്തിലൊക്കെ നിന്നുകൊണ്ട് ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ വിവാഹം അകാരണമായി വൈകുകയോ വിവാഹം നടക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ധാരാളം പേർക്ക് കാണാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ നേരത്തെ അറിഞ്ഞ് പരിഹാരങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിൽ നിന്ന് ഒഴിവാകാം. അതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടിക്കലി വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ നീക്കേണ്ടതായിട്ടും വരും. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്താൽ സൂര്യദശയിൽ ജനിച്ചു. കാർത്തികയാണ് നക്ഷത്രം. 74 വരെ സൂര്യദശ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ, അതിനുശേഷം 7 കൊല്ലം കുജൻ, 91 വരെ, അതിനുശേഷം 18 കൊല്ലം രാഹു, 2009 വരെ, ശേഷം ഗുരു 2025 വരെ, ശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശ ശനി 2044 വരെ, ശേഷം ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ നേരത്തെ പറഞ്ഞു. ശനി സ്വാപഹാരമാണ്, നല്ല ഒരു
ടൈം അല്ല, ഒരു സമയത്തിലൂടെ അല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സൂര്യനോടൊത്തൊക്കെ ധനസ്ഥാനത്തൊക്കെ നിൽക്കുന്ന ശനിയെ, പ്രത്യേകിച്ചും സൂര്യനോടൊത്ത് ശനി എവിടെ നിന്നാലും ഒരു ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും അത് നിൽക്കുന്ന പൊസിഷൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് പരിഹാരങ്ങളെടുത്ത് കൃത്യമായിട്ടൊരു ജാഗ്രതയോടെ ശ്രദ്ധയോടെ പോയി കഴിഞ്ഞാൽ തൊട്ടുപുറകെ ബുധൻ്റെ അപഹാരം വരുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.